അച്ഛനും മോനും കണക്ക് തന്നെ. സന്ധ്യ ആകുമ്പോ കപ്പക്ക ഓർക്കൂല. കപ്പക്ക എന്നെങ്കിൽ ആ കപ്പക്ക കൊണ്ട് ഒരു കറിയാക്കി കൊടുക്കുക അച്ഛൻ. ആ മീൻപൊരി കൂട്ടിട്ട് തിന്നോട്ട്. എന്താ ഇപ്പൊ സന്ധ്യ പാറിയിട്ട് പകലായി? അച്ഛൻ പറഞ്ഞില്ല പറിച്ചു കൊടുത്തേന്ന്. അത് പിന്നെ നീ സന്ധ്യക്ക് പോയിട്ട് അച്ഛനോട് കപ്പക്ക പറിച്ചാ പറഞ്ഞ അച്ഛൻ പറിച്ചു തരുവാ? സന്ധ്യക്ക് പ്രായം വരുന്ന കപ്പക്ക ഇങ്ങനത്തെ ഒന്നും പറിച്ചു തരൂല. അത് എനിക്കറിയില്ല. നീക്കാവുമ്പോ പറിച്ചാൽ മതിയില്ലേ? നീ അച്ഛനോട് ചോദിക്കാൻ പോയി. നീ പിന്നീട് അച്ഛൻ എന്നോട് പറഞ്ഞു നീ എന്നാ പോയി പറിച്ചു കൊടുക്കണം. അച്ഛൻ ഒന്നും വിഷമം പോലെയായി. അച്ഛനോട് ചോദിക്കാണ്ട് ഒന്നും പറിക്കാൻ പാടില്ലാന്ന് ഇങ്ങനെയല്ലേ പറയുന്നത്? കൊണ്ടാ ഞാൻ വേഗം ഒരു കറിയാക്കട്ടെ. അപ്പൊ അതാ കപ്പക്ക മുറിക്കലായി. എന്നാക്കുന്നു പരിപ്പെല്ലാം ഇട്ടിട്ട് ഒരു പുളിങ്കറിയാ. നിന്റെ തറപ്പുളിങ്കറിയാ? കൂട്ടി നോക്കിട്ട് പറയണം. കപ്പക്ക മുറിക്കാൻ കിട്ടുന്നില്ലേ? ഞാൻ മുറിക്കണേ? കൈ നോക്കണേ. കപ്പക്ക മൂക്കാൻ പോകും. നല്ല ടേസ്റ്റ്. അപ്പൊ ഇത് മുറിച്ചൊന്ന് കഷ്ണലാക്കട്ടെ കേട്ടാ. ഒരു മുറി മതിയേ? ഒരു മുറിയുണ്ട്. ഒരു മുറി എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കപ്പൊക്കെ ചെറിയ കഷ്ണാക്കിയിട്ടുണ്ടേ. അതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. വേവാൻ ആവശ്യമായ വെള്ളം, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഏകദേശം കൊണ്ടുവേ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ. കപ്പക്കൽ ആദ്യം ഉപ്പിട്ടിട്ട് പിന്നെ ഉപ്പ് പിടിക്കാൻ സാധ്യതയില്ല അല്ലേ? ഇത് ഞാൻ അടുപ്പത്ത് വെക്കേ. കുറച്ചുകൊണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. അടുപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഇടുന്ന വേവിട്ട് ഹലോ, എന്താ പരിപാടി? പരിപ്പ് ഒരു 1/2 ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് കുക്കറിൽ വേവിക്കണം. 1/2 ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിന് കുക്കറിൽ വേവിക്കണോ? കപ്പക്കാട് വേവുന്നുണ്ട്. അപ്പം നമ്മുടെ പരിപ്പ് നല്ല വൃത്തി കഴുകിയിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയേ, കുറച്ച് വെള്ളം മതിയില്ലേ? അപ്പം ഇതൊന്ന് കുക്കറിൽ വേവിക്കട്ടെ. കപ്പക്ക എന്തായി നോക്കട്ടെ. വേവിച്ച കപ്പക്ക ബന്ധുവാ. അപ്പം നമ്മുടെ കപ്പക്ക എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി വന്നാൽ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അരപ്പാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 5-8 അല്ലേ ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, 3 അല്ലേ? 3 വറ്റൽമുളക്, കുറച്ച് ഉലുവ അല്ലേ? കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. അത് ഇട്ടിട്ടുണ്ട്. ഇത് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ പരിപ്പിൻ്റെ കാര്യം മറന്നുപോയാ? അപ്പോൾ നമ്മൾ കുക്കറിൽ പരിപ്പെല്ലാം വെന്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി അല്ലേ? ഇതൊന്ന് തണിഞ്ഞിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. അപ്പോൾ രണ്ടാമത് നമ്മുടെ കപ്പക്ക വന്നത് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പരിപ്പ് വേവിച്ചതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. പരിപ്പ് വേവിച്ച് അടുത്തെന്താണ്? ഇനി അടുത്ത് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണേ. പുളി നല്ല വാളം പുളിയാണ്. ഞാൻ നേരത്തെ കുറച്ച് വെള്ളത്തിൽ നമ്മുടെ പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. ഇനി ഒന്ന് തിളക്കട്ടെ ഇതേ. അപ്പം നമ്മുടെ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും വറ്റൽ മുളകും ഉലുവയും അല്ലേ ചേർത്ത അരപ്പ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒന്ന് അതിൻ്റെ അരപ്പിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ, അതിലൊന്ന് മിക്സ് ആക്കിയിട്ട് തിള വരട്ടെ. ഉപ്പുണ്ടാ? കുറവാ? ഇല്ല, ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനെടുത്ത് നോക്കാം അല്ലേ? ഇതൊക്കെ നീ വറുത്തിടാനുണ്ട് അല്ലേ? എടുത്ത് നോക്ക്. ഇതിവിടെ കിടക്കട്ടെ. അപ്പോൾ വീണ്ടും ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ, കുറച്ച് കടുക്, കുറച്ച് ഉലുവ,
ഓക്കെ, ഇതുകൊണ്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലേ, കാച്ചി വയ്ക്കുക അല്ലേ. ഓക്കെ, ആണല്ലേ, ഇവിടെ തട്ടിക്കൂട്ടി കറിയാണ്. പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ രാത്രി അത്താഴം കഴിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുളിങ്കറി കുറച്ച് കോരി എടുക്കാം. പരിപ്പും കപ്പക്കയും പുളിങ്കറി മതി മതി മതി. അപ്പോൾ ഇന്നത്തെ കറി എന്താ പൊരിച്ചു വെച്ച അയിലമീൻ പൊരി, നമ്മുടെ പുളിങ്കറി, ചീരപ്പേരി, ചോറുവേ. നമ്മളെ കഴിക്കാം. ആദ്യം നമ്മുടെ പുളിങ്കറി നോക്കട്ടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പത്ത് നല്ല ചൂട് പുളിങ്കറി, അയില പൊരി. നല്ല പുളിങ്കറി കേട്ടോ. ഒരു വെറൈറ്റി പുളിങ്കറിയാണ്. സംഭവം നല്ല കറിയാണ് കേട്ടോ. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിനി. കറി വേണേ. എന്നാ പിന്നെ ഞാൻ ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ. ഓക്കെ, കുറച്ചും കറി എടുത്തിട്ട്